ചോട്ടാ മുംബൈയുടെ കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഷൂട്ടിന് പോകുന്ന ടൈമിൽ ലൊക്കേഷൻ ഇവിടെ DD വില്ല ഇല്ലേ, അവിടെയായിരുന്നു. പോയി കണ്ടു. അപ്പം ഓക്കെ ആണ്, കാരണം അനിയത്തിയായിട്ട് ക്യാരക്ടർ ചെയ്യാൻ ഓക്കെ ആണ് പറഞ്ഞ് വിളിച്ചു. അല്ല, ഫിക്സ് ആക്കി, അത് പോയി. അപ്പൊ ഞാൻ ലൊക്കേഷനിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ്, ഒരാഴ്ചയല്ല 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു, ഞാൻ ഒരാഴ്ചത്തെ വർക്കുണ്ട് വരണം എന്ന് പറഞ്ഞു. ഈ സീരിയലിൽ നിന്ന് ലൊക്കേഷനിൽ നിന്നെ വിടത്തില്ല, തല്ലിക്കൊന്ന വിടൂല. ആ സമയത്ത് തന്നെ എനിക്ക് അമൽ നീരജ് സാറിനെയും പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേക്ക് തുടക്കകാലല്ലേ, തുടക്കകാലാകുമ്പോഴത്തേനും കുറെ സിനിമ, ആ സമയത്തൊക്കെ സീരിയൽ ചെയ്താലും കുറെ സിനിമകളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ ആ ടൈമിൽ എന്നെ വിളിച്ചു. അപ്പം ഞാൻ പോയി അവിടെ പോയി ചോട്ടാ മുംബൈയുടെ ലൊക്കേഷനിൽ പോയി അവിടെ കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിനെ അവിടെ വന്നിട്ട് നമുക്ക് അമൽ നീരജ് സാറിനെയും കൂടെ പോയി കാണാം, അതിനകത്തും പുതിയ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് കണ്ടു. അപ്പം പുതുമുഖങ്ങളാവുമ്പോ അവരിങ്ങനെ ഇതാക്കുമല്ലോ. അപ്പോ കണ്ടു, സംസാരിച്ച എന്നാ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു പോയി. അങ്ങനെയാണ് ഈ വിളി വരുന്നത്. വിളി വന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല, ഇവിടുത്തെ ഷൂട്ട് ഇത്ര ദിവസമുണ്ട്, ഇവിടെ ഒരു കാരണവശാലും വിടില്ല. ഞാൻ കരഞ്ഞു പറഞ്ഞു, ലാലേട്ടന്റെ പെങ്ങളായിട്ടല്ലേ, എന്നെ ഒന്ന് വീട്, ഞാൻ വരാം, നിങ്ങക്ക് അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം വേണേലും ഷൂട്ട് ചെയ്തു കരഞ്ഞു പറഞ്ഞു. വിട്ടില്ല. എന്നിട്ട് അവിടെ ഹോട്ടലില് സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പോവാണെങ്കിൽ, അച്ഛനുണ്ടല്ലോ കൂടെ, ആ സമയത്ത് പോവാണെങ്കിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നൊന്നും നമുക്ക് ഒരു വർക്കില്, നമ്മളിപ്പോ ഒരു വർക്കില് നമ്മള് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് വാക്ക് മാറ്റി പറഞ്ഞ് പോവാന്നൊക്കെ പറയുന്ന ഒരു ശരിയായ കാര്യമല്ലേ.